ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. സീറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്ത് തിരുവനന്തപുരത്ത് RSS നേതാവ് ആത്മഹത്യ ചെയ്തു. ജീവനൊടുക്കിയത് തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ് കെ തമ്പി. നേതൃത്വങ്ങൾക്കെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ. മൃതദേഹം കാണാൻ നേതാക്കളെ അനുവദിക്കരുതെന്നും ആനന്ദിന്റെ കുറിപ്പ്. പാലത്തായി പീഡനക്കേസിൽ BJP നേതാവ് പത്മരാജന് മരണം വരെ ജീവപര്യന്തം. പോക്സോ വകുപ്പുകൾ പ്രകാരം 40 വർഷം തടവ് ശിക്ഷ. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ വിധി പറഞ്ഞത് തലശ്ശേരി കോടതി. മാതൃകാപരമായ വിധിയെന്ന് CPM, അപ്പീൽ പോകുമെന്ന പ്രതിഭാഗം. നൌഗാം സ്ഫോടനം അബദ്ധത്തിൽ സംഭവിച്ചതെന്ന് ജമ്മുകശ്മീർ പോലീസ്. സ്ഫോടനമുണ്ടായത് പരിശോധനയ്ക്കിടെ. ഊഹാപോഹങ്ങൾ അനാവശ്യമെന്നും DGP നളിൻ പ്രഭാത്. അന്വേഷണം ആരംഭിച്ചതായി ആഭ്യന്തര വകുപ്പ്. പൊട്ടിത്തെറിച്ചത് ഫരീദാബാദിലെ ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ്. 9 പേർ മരിച്ചു, 29 പേർക്ക് പരിക്ക്. ഡൽഹി സ്ഫോടന കേസിൽ ഒരു ഡോക്ടർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് ഡോക്ടർ റയീസ് അഹമ്മദ്. ഡോക്ടർമാരെ വിശദമായി ചോദ്യം ചെയ്യാൻ NIA. ലക്ഷ്യമിട്ടത് വൻ സ്ഫോടന പരമ്പരയ്ക്കെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ. ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതി ചുമതലയേറ്റു. പ്രസിഡന്റായി K. ജയകുമാർ, ബോർഡ് അംഗമായി K. രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. K. ജയകുമാർ എന്ന ഞാൻ ക്ഷേത്രാരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കും. സ്വർണ്ണ കവർച്ചയിൽ A. പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യും. കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട ED ഹൈക്കോടതിയിൽ. ബീഹാറിൽ വോട്ട് കൊള്ളയെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. കനത്ത തോൽവി വിലയിരുത്തി മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ട് അല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അലയൻസ് പാർട്ടികളും വിശ്വസിക്കുന്നില്ല. സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാൻ NDA. നിതീഷ് കുമാർ തന്റെ മുഖ്യമന്ത്രിയെന്ന JDU. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായേക്കും. സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടത്താനും ആലോചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനാവില്ല. മുട്ടടയിലെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ മേൽവിലാസത്തിൽ പിശക്. കൊച്ചിൻ കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഡൊമിനിക് പ്രസന്റേഷനെതിരെ മുൻ കൌൺസിലർ ബാസ്റ്റിൻ ബാബു. ലിസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മൊത്തം ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഉള്ളൊരു ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാം വെറ്ററൻസ് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട് കോൺഗ്രസിലും പൊട്ടിത്തെറി. KPCC മാർഗരേഖ അട്ടിമറിച്ചതായി DCC സെക്രട്ടറി NV ബാബുരാജ്. മലപ്പുറം പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസിന്റെ പദയാത്ര. കൊൽക്കത്ത ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിലും ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 93 റൺസ് എടുക്കുന്നതിനിടെ സന്ദർശകർക്ക് 7 വിക്കറ്റുകൾ നഷ്ടം. രവീന്ദ്ര ജഡേജയ്ക്ക് 4 വിക്കറ്റ്. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 30 റൺസ് ലീഡ്. തിരുവനന്തപുരത്ത് RSS നേതാവ് ആത്മഹത്യ ചെയ്തു. തൃക്കണ്ണാപുരത്ത് വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്ന ആനന്ദ് K. തമ്പിയാണ് ജീവനൊടുക്കിയത്. BJPക്കും RSSനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് കുറിപ്പെഴുതി News 18 അടക്കമുള്ള മാധ്യമങ്ങൾക്ക് അയച്ച ശേഷമാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. ജീവിതത്തിൽ പറ്റിയ വലിയ തെറ്റ് RSSകാരനായതാണെന്നും ഭൗതിക ശരീരം കാണാൻ RSSകാരെയും BJPക്കാരെയും അനുവദിക്കരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഞെട്ടിക്കുന്ന ഒരു ആത്മഹത്യയാണ്. കുറിപ്പ് ഇന്ന് ഉച്ചയ്ക്കും അരുൺ ആനന്ദിനോട് സംസാരിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുറിപ്പ് മാധ്യമങ്ങൾക്ക് അയച്ച ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ഈ കുറിപ്പിൽ നിന്ന് മനസ്സിലാവുന്നത്? ശ്രീജ, തികച്ചും ഞെട്ടിപ്പിക്കുന്നത് അതിലധികം വേദനിപ്പിക്കുന്ന ഒരു ആത്മഹത്യയാണ്. ഇത്തരമൊരു കാര്യം ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഒരിക്കലും
വിചാരിക്കാത്ത കാര്യം. കാരണം മണിക്കൂറുകൾക്ക് മുമ്പും ഞാൻ ആനന്ദിനെ കണ്ടിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 12 മണിയോടെ ആകണം ഞാൻ ആനന്ദിനെ ഫോണിൽ ബന്ധപ്പെട്ടത്. നമ്മൾ സ്വാഭാവികമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ വാർഡുകളിലൂടെ പോകുമ്പോൾ തൃക്കണ്ണാപുരം എത്തുമ്പോൾ ഞാൻ ആനന്ദിനെ ഓർക്കുകയായിരുന്നു. കാരണം നേരത്തെ ആനന്ദിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എനിക്ക് ലഭിച്ചിരുന്നു. അവിടെ ഒരു സംഘടനയുടെ പേരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ ഒരു വിവരമാണ്. അതായത് തൃക്കണ്ണാപുരം വാർഡിന്റെ സമഗ്ര വികസനത്തിന് കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഞാൻ മത്സരിക്കുന്നവരെ എന്റെ എല്ലാ സുഹൃത്തുക്കളെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും സഹകരണത്തിനെതിരെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിലാണ് പറഞ്ഞത്. പക്ഷേ സ്വാഭാവികമായും അത് സാധാരണ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരിക്കുമെന്ന് നമ്മൾ കരുതി. അതിന് താഴെ വിജയാശംസകളോടെ ഭാരത് മാതാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജയ്നഗർന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു വായനശാലയുടെ സ്പോർട്സ് ക്ലബിന്റെ കൂട്ടായ്മയാണോ എന്ന് കരുതി. പക്ഷെ അവിടെ ഈ RSS ഓഫീസുകളിലുള്ള ഭാരതാംബയുടെ എന്ന് പറയുന്ന ആ ചിത്രം അതിനൊപ്പമുണ്ട്. അപ്പോഴാണ് സ്വാഭാവികമായി അയാളൊരു RSS ബന്ധമുള്ള BJP ബന്ധമുള്ള ആളാകില്ലേ എന്ന സംശയം ഉയർന്നത്. അങ്ങനെയാണ് അന്വേഷിച്ചത്. അവിടെ നിന്നാണ് ആനന്ദ് അവിടെ ഇങ്ങനെ മത്സരിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്ന് തൃക്കണ്ണാപുരത്തുമ്പോൾ ഞാൻ ആനന്ദിന്റെ കടയിൽ പോയി. ആനന്ദിനൊരു പെയിന്റ് കടയുണ്ട്, വലിയൊരു സ്ഥാപനമാണിത്. മറ്റു 2 സ്ഥാപനങ്ങൾ കൂടി ആനന്ദിന് ഉണ്ട്. അവിടെ പോയി ആനന്ദിന്റെ വിസിറ്റിംഗ് കാർഡ് വാങ്ങി അവിടെ നിന്ന് ആനന്ദിനെ ഫോൺ ബന്ധപ്പെട്ടു. അപ്പോൾ തിരുമല നിൽക്കുകയാണ്. 15 മിനിറ്റകം വരാമെന്നോട് പറഞ്ഞു. ഞാൻ അവിടെ കുറച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും അവിടെ എത്തി. എന്നെ വിളിച്ചു ആനന്ദ്. എന്നെ ഫോണിൽ വിളിച്ച് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, കാണാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായി ഞാനൊരു പ്രതികരണം ബൈറ്റ് എടുക്കാനാണ് പ്രതീക്ഷിച്ചത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട. പക്ഷെ ആനന്ദ് സംസാരിക്കുമ്പോൾ ആനന്ദ് നിരവധി കാര്യങ്ങൾ, ഒരുപക്ഷെ നമുക്ക് തുറന്നു പറയാൻ പോലും കഴിയാത്ത നിരവധി കാര്യങ്ങൾ എന്നോട് അപ്പോൾ വെളിപ്പെടുത്തി. പക്ഷെ മൈക്കിൽ സംസാരിക്കുന്നത് ഞാൻ ഇപ്പോഴും പാർട്ടിയിലാണ്, ഞാൻ പാർട്ടി വിട്ടിട്ടില്ല, സംഘടന വിട്ടിട്ടില്ല, ഇനി ഞാൻ മത്സരിക്കുന്ന കാര്യം തീരുമാനമെടുത്തില്ല. മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷെ എനിക്ക് വലിയ സമ്മർദ്ദമുണ്ട്, മത്സരിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇനിയും നിൽക്കേണ്ട സംഘടന, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആനന്ദ് ഇനിയും തുടരേണ്ട സംഘടനയാണ്, അങ്ങനെ ശത്രുക്കൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ കൂടി അങ്ങോട്ട് പറഞ്ഞാണ് ആനന്ദുമായിട്ട് സംഭാഷണം അവസാനിപ്പിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റോളം നമ്മൾ സംസാരിച്ചു. പക്ഷെ ആനന്ദ് വളരെ ഇപ്പോൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ കാണുന്ന പിന്നീട് 4:18 എനിക്കൊരു സന്ദേശം കിട്ടുന്നത് അല്പം വൈകിയാണ്, 2-3 മിനിറ്റ് വൈകിയാണ് ഞാൻ ആ സന്ദേശം കാണുന്നത്. കാണുമ്പോൾ ഞാൻ ആദ്യം വായിച്ചു വരുമ്പോൾ എനിക്ക് തോന്നിയത് ആനന്ദ് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഫേസ്ബുക്ക് കുറിപ്പായി ഇടുകയും അത് പിന്നീട് നമുക്ക് കൈമാറുകയുമാണെന്നാണ് കരുതുന്നത്. പക്ഷേ ഞാൻ അപ്പോൾ തന്നെ ആനന്ദിനെ വിളിക്കാൻ ശ്രമിച്ചു. തൊട്ട് പിന്നെ ബാക്കി അപ്പോൾ ആനന്ദ് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നു. തൊട്ട് താഴേക്ക് നോക്കുമ്പോഴാണ് ഒരു ആത്മഹത്യാക്കുറിപ്പിന്റെ രൂപത്തിലുള്ള സ്വഭാവത്തിലുള്ള ഒരു കത്താണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായും അതിനൊരു ആദ്യം ഉണ്ടായി. ഞാൻ പോലീസിനെ ബന്ധപ്പെട്ടു, ആനന്ദിനെ അവിടെയുള്ള ചില പ്രവർത്തകരെ ബന്ധപ്പെട്ടു. ആനന്ദിന്റെ ഫോണിൽ പലതവണ ഞാൻ വാട്സാപ്പ് വഴിയും അല്ലാതെയും ഒക്കെ വിളിച്ചു. പക്ഷെ അപ്പോഴും പ്രതികരണം ഉണ്ടാകുന്നില്ല. പിന്നീടാണ് അറിയുന്നത് ആനന്ദ് അതീവ ഗുരുതരാവസ്ഥയിൽ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന SK ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആനന്ദിനോട് സംസാരിക്കുമ്പോഴൊക്കെ എന്നോട് അവസാനം പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ ഇനിയും ഈ പാർട്ടിയിലുണ്ടാകും, ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാകില്ല, പക്ഷെ ഞാൻ മറ്റൊരു സംഘടനയിലേക്ക് പോകാൻ ശ്രമിക്കില്ല. എനിക്ക് ഇതര സ്ഥാപനങ്ങളുണ്ട്, അവിടെ ഞാൻ ജോലി കൊടുത്തതിൽ 80% RSSുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ്. കാരണം എന്റെ സംഘടന അതാണ്. പക്ഷേ ഇനി ഞാൻ ഈ സംഘടനയിലേക്ക് തിരിച്ചു വരില്ല. ഇവിടെ മണ്ണുമാഫിയ സംഘമാണ്. ഇവിടെയുള്ള ഈ കൌൺസിലർ, അയാളുടെ യോഗ്യത അയാൾക്ക് 2 ടിപ്പർ ഉണ്ട് എന്നുള്ളതാണ്. അയാൾക്ക് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയുടെ ഭാഗമായി വീട് വെച്ച് കിട്ടുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് മണ്ണ് ബിസിനസ്സിലേക്ക് തിരിയുന്നു. അതിനപ്പുറത്തേക്ക് യാതൊരു RS ബന്ധവുമുള്ള ആളല്ല. പക്ഷേ കുട്ടിക്കാലം മുതൽ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പിന്നീട് RS സ്വയം സേവകമായി കുന്നമംഗലം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയതൊക്കെ അയാൾ എന്നോട് വിശദീകരിച്ചു പറഞ്ഞു. തിരുമലാലിന്റെ ആത്മഹത്യയെക്കുറിച്ച് അയാൾ എന്നോട് സംസാരിച്ചു. തിരുമലാലിൽ ഗതികെട്ട ആത്മഹത്യ ചെയ്തതാണ്. ഈ കടമെടുത്ത 80% BJPയുടെ നേതാക്കളോ പ്രവർത്തകരോ ഒക്കെ തന്നെയാണ് അവിടെ നിന്ന് വായ്പ എടുത്തതെന്ന് അനിൽ എന്നോട് ക്ഷമിക്കണം, ഈ ആനന്ദ് എന്നോട് പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാതെ അനിലേട്ടൻ ആത്മഹത്യയിലേക്ക് പോവുകയായിരുന്നു. എന്റെ കാര്യത്തിലും സമാനമായ പ്രശ്നങ്ങളാണ് എനിക്കും. പക്ഷെ ഞാൻ ഈ സംഘടനയിൽ ഇല്ലെങ്കിൽ പോലും പൊതുപ്രവർത്തന രംഗത്തുണ്ടാകും. അതിലൊരു സംഘടനയുടെയും ആവശ്യമില്ലല്ലോ. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഞാൻ പോകില്ല. പക്ഷേ ഈ RSS സംഘടന നിൽക്കാൻ കഴിയില്ല. BJPയുടെ മുദ്രാവാക്യം എല്ലാവരും ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വികസനം, എല്ലാവരും ചേർത്ത് വികസനം. പക്ഷേ BJPയിൽ നിന്ന് എല്ലാവരും ആ സംഘടനയുടെ പാർട്ടിയുടെ പിടിപ്പുകേട് കാരണം പിന്മാറി പോവുകയാണ് എന്ന വലിയ സങ്കടം കൂടി എന്നോട് അവിടെ സംസാരിക്കുമ്പോൾ ആനന്ദ് പറഞ്ഞിരുന്നു. അതിനുശേഷം ആണ് ഈ ഒരു അതീവ ദുഃഖകരമായ ഒരു ആത്മഹത്യയിലേക്ക് പോകും. നമുക്ക് ഇതിൽ ഒരു മാധ്യമം പ്രവർത്തകൻ നിലയിൽ സ്വാഭാവികമായും വാർത്ത BJPക്കും RSSനുമൊക്കെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടൊരു നേതാവ് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാധാരണ വാർത്ത മാത്രം. പക്ഷേ അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും ആ യുവാവിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഉള്ള ഒരു നിയോഗം എനിക്കുണ്ടായത് എന്ത് സ്വാഭാവികമായി അത്രയധികം വിഷയം ഉണ്ടാക്കാനുള്ള കാരണവും അതുതന്നെയാണ്. ഇനി ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ തീർച്ചയായും
BJPക്കും RSSനും ഒക്കെ വലിയ ദോഷമുണ്ടാക്കുന്ന തരത്തിലൊരു സംഭവമായി ഇത് മാറുമെന്ന ഉറപ്പാണ്. തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ തന്നെ BJP അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ്. തലസ്ഥാനത്തെ നഗരസഭ പിടിക്കാനൊരുങ്ങുന്ന പാർട്ടിയാണ് BJP. അവർക്ക് സ്വാഭാവികമായും ഇത്തരമൊരു സംഭവത്തിന് പോലും വിശദീകരണം നൽകാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ആരോപണം ആത്മഹത്യാക്കുറിപ്പായി എഴുതി വെച്ചുകൊണ്ട് ഒരു സജീവ RSS നേതാവ്, സജീവ BJP പ്രവർത്തകൻ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്നു. അതും തനിക്ക് സീറ്റ് കിട്ടാത്തതിന്റെ വിഷമമുണ്ട്. അതിൽ തന്നെ ഒറ്റപ്പെടുത്തിയ പ്രവർത്തകരുടെ, തന്നെ ഒപ്പം നടന്നവരുടെ കുറ്റപ്പെടുത്തലുകളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ യുവാവ് ആത്മഹത്യയിലേക്ക് പോവുകയായിരുന്നു. BJPയിൽ നിന്നും RSSന് കടുത്ത മാനസിക സമ്മർദ്ദം തനിക്കുണ്ടായെന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ അവസാന വാക്കിൽ അദ്ദേഹം അവസാന വരിയിലൊക്കെ പറയുന്നത് തന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കടത്തെക്കുറിച്ചും തന്റെ വരുമാനത്തെക്കുറിച്ചും സമ്പാദ്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എങ്ങനെ കടം തീർക്കാമെന്ന് പറയുന്നുണ്ട്. അവിടെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല, പക്ഷേ BJP പ്രവർത്തകരും RSS പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSSകാരനായി ജീവിച്ചിരുന്നു എന്നതാണ്. ഈ മരണത്തിന് തൊട്ടു മുമ്പ് വരെയും ഞാനൊരു RSSകാരൻ, RSS പ്രവർത്തകനെ മാത്രമാണ് ജീവിച്ചിരുന്നത്. അതുതന്നെയാണ് എനിക്ക് ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇനിയും ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവരുത് എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് ആനന്ദ് കെ തമ്പി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യുവാവ്, ഇത്രയധികം RSS വിശ്വസിച്ച, ഇത്രയധികം BJPയെ ചേർന്ന് പോയ ഒരു യുവാവ് ആത്മഹത്യയിലേക്ക് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിന് തുടക്കത്തിലും അദ്ദേഹം പറയുന്നത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള കാരണം തൃക്കണ്ണാപുരം വാർഡിലെ BJP ഏരിയ പ്രസിഡന്റായിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ, നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSSന്റെ നഗർ കാര്യവാഹക രാജേഷ് എന്നിവർ ഒരു മണ്ണ് മാഫിയയാണ്. അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരു ആൾ വേണം. അതിനുവേണ്ടിയാണ് മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ, അനി എന്ന വിനോദ് കുമാറിനെ ഇപ്പോൾ തൃക്കണ്ണാപുരത്ത് BJP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാക്കിയത്. ഞാൻ എന്റെ 16 വയസ്സ് മുതൽ RSSന്റെ പ്രവർത്തകനാണ്. തുടർന്ന് MG കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ ഞാൻ RSSന്റെ മുഖ്യ ശിക്ഷകായും കോളേജ് യൂണിയന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം RSSന്റെ പ്രചാരകായി, മുഴുവൻ സമയ പ്രവർത്തകനായി കോഴിക്കോട് കുന്നമംഗലം താലൂക്കിൽ പ്രവർത്തിച്ചു. അതിനുശേഷം തിരിച്ചു വന്ന തിരുവനന്തപുരത്ത് RSSന്റെ തിരുമല മണ്ഡലം, തൃക്കണ്ണാപുരം മണ്ഡല കാര്യവാഹക തുടങ്ങി വളരെ പ്രധാനപ്പെട്ട പദവികളിൽ പ്രവർത്തിച്ചു വന്ന ഒരു യുവാവായിരുന്നു ഇപ്പോൾ മരണപ്പെട്ട ആനന്ദിന്റെ കുടുംബാംഗം നേരത്തെ ഇവിടെ എത്തിയത്. തീർത്തും വിഷമകരമായ അവരുടെ അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത്രയൊന്നും സാമ്പത്തികമായ പ്രശ്നമില്ലാത്ത, എന്നാൽ കുറച്ചൊക്കെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ യുവാവ് കൂടിയാണ് ആനന്ദ്. പക്ഷേ പാർട്ടിയിൽ നിന്നേറ്റ, സംഘടന നേറ്റ, ഒരിക്കലും പൊറുക്കാനാകാത്ത, താങ്ങാൻ കഴിയാത്ത തിരിച്ചടികൾ തന്നെയാകാം ഈ യുവാവിനെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടത്. ഏതായാലും അദ്ദേഹത്തിന്റെ ശരീരം അല്പസമയത്ത് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. BJPയുടെ നേതാക്കളോ പ്രവർത്തകരോ ആരും, പ്രധാനപ്പെട്ട ആരും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നമുക്കറിയാം, തിരുമല അനിലിന്റെ മരണം തന്നെ എങ്ങനെ വിശദീകരിക്കുമെന്നറിയാതെ കുഴങ്ങുകയാണ് BJP. തലസ്ഥാനത്തെ സാമ്പത്തികമായി പല പ്രശ്നങ്ങളിലും, അതിനുശേഷം MS കുമാർ എന്ന ഒരു പക്ഷേ തലസ്ഥാനത്തെ BJPയിലെ തുടക്കകാലം മുതലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് MS കുമാർ BJPക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അദ്ദേഹം ഉൾപ്പെട്ട സഹകരണ സംഘത്തിലെ ക്രമക്കേടുകൾ, അവിടെ നിന്ന് പണം കടമെടുത്ത ആളുകളുടെ കാര്യമൊക്കെ പുറത്തു വരുമെന്ന് ഒരു ഭീഷണി രൂപത്തിലുള്ള സന്ദേശം MS കുമാർ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ആത്മഹത്യ കൂടി ഇവിടെ ഉണ്ടാകുന്നത്. അതും BJPക്കെതിരെ, RSSനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് പല വാർഡുകളിലും അർഹരായവരെ തഴഞ്ഞ് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആളുകളെ തിരികെ കയറ്റിയെന്ന അമർഷം പൊതുവിലുണ്ട്. പലരും പരസ്യമായി പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നേമം മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചിരുന്നു. അക്കാര്യവും എന്നോട് ആനന്ദ് ഈ സംസാര മധ്യേ സൂചിപ്പിച്ചിരുന്നു. മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചിട്ടുണ്ട്, അയാൾ തിരിച്ചു വന്നു എന്ന ചില വാർത്തകൾ വരുന്നു. പക്ഷേ അയാൾ വീണ്ടും ഫേസ്ബുക്കിൽ താൻ തിരിച്ചു വരുന്നില്ല, വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ രൂക്ഷമായ വിമർശനം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. PR വർക്ക് കൊണ്ട് മാത്രം കുറച്ചുനാൾ നാട്ടുകാരെ പറ്റിക്കും, എല്ലാ കാലത്തും പറ്റിക്കാൻ കഴിയില്ല എന്ന പേരിലൊക്കെ പല സന്ദേശങ്ങളും പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ, BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനവും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടാണ് നിരവധി പ്രവർത്തകർ BJPയുടെ ഭാഗത്തു നിന്ന് ആദ്യ പ്രതികരണം വരുന്നുണ്ട്. അത് കരമന ജയന്റെ പ്രതികരണമാണ്. ഇയാൾ BJP പ്രവർത്തകനല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ പേര് വന്നിട്ടില്ല, വർഷങ്ങൾക്ക് മുൻപ് RSS പ്രവർത്തകനായിരുന്നു, അടുത്ത കാലങ്ങളിലൊന്നും RSSുമായി
ഒരു ബന്ധവുമില്ല. സംഭവത്തിൽ ദുഃഖമുണ്ട്, പക്ഷേ ഈ ആരോപണവുമായി ബന്ധമില്ല. BJPയുടെ ഒരു ചുമതലയും ഇയാൾ വഹിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ആദ്യമായി BJPയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരുന്നത്. വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ നാട്ടിൽ ഈ നിലയ്ക്കൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ആനന്ദ് ഒരുപക്ഷെ ജനകീയനായിരുന്നു. വീട്ടിൽ നിന്നും പുറത്തു നിന്നും പാർട്ടിയിൽ നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദം ഒരുപക്ഷെ വലിയ പ്രശ്നത്തിലാക്കിയിരിക്കാം. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആത്മഹത്യാക്കുറിപ്പിൽ വീട്ടുകാരുടെ കാര്യവും ഭാര്യയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ ഭാര്യ കൂടെ നിന്നില്ല എന്ന ഒരു വിമർശനമാണ് അവിടെ ഉള്ളത്. പക്ഷേ അതിലേറിയ ഭാഗത്തും സംഘടനയിൽ നിന്നുണ്ടായ തിരിച്ചടി തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. കരമന ജയന്റെ പ്രതികരണം അല്പസമയത്ത് നമുക്ക് അതിന്റെ ദൃശ്യങ്ങളും എത്തിക്കാനാകുമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ സ്വാഭാവികം ആദ്യ ഒരു പ്രതികരണമായി കാണാം. ഈ പ്രദേശത്ത് നമ്മൾ നേരത്തെ അവിടെയുള്ള ആളുകൾ സംസാരിച്ചപ്പോഴൊക്കെ അറിയപ്പെടുന്ന RSS BJP പ്രവർത്തകൻ തന്നെയാണ് ഇദ്ദേഹം. എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു പ്രവർത്തന പശ്ചാത്തലം പറഞ്ഞിരുന്നു. സംഘടനാ രംഗത്ത് BJPക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച അതിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഏതായാലും ഇത്തരം ഒരു BJPയുടെ ഒരു പ്രാഥമിക പ്രതികരണമായി കാണാം. സ്ഥാനാർത്ഥിത്വത്തിൽ ഇയാളുടെ പേര് വന്നിട്ടില്ല. സ്വാഭാവികമായി അങ്ങനെ വന്നു എന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നുമില്ല. അദ്ദേഹം പറയുന്നത് താൻ ഇവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു, അത് RSS നേതാക്കൾ വഴി BJP അറിയിച്ചിരുന്നു. പക്ഷേ തന്നെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷം വലിയ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം BJPയിൽ നിന്നും RS നിന്നും ഉണ്ടായി. അതുതന്നെയാണ് ഈ മരണ കാരണമെന്ന് തന്നെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇദ്ദേഹം പറയുന്നത്. വളരെ കൃത്യമായി അദ്ദേഹം അക്കാര്യം അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മരിക്കുന്നു എന്ന കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. വലിയ സമ്മർദ്ദം ഈ തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ RSS പ്രവർത്തകരുടെ BJP പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും ഉണ്ടായ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. എന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. ചിലപ്പോൾ അതിന്റെ സ്വഭാവത്തിന് കുഴപ്പമായിരിക്കാം. സാഹചര്യം മുന്നിൽ കണ്ട് ഭാര്യയോട് പറഞ്ഞ കാര്യമൊക്കെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ BJPയിൽ നിന്ന് RSS നിന്ന് വലിയ സമ്മർദ്ദം തനിക്ക് നേരിടേണ്ടി വന്നിരുന്നു തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഈ ആനന്ദ് കെ തമ്പി വ്യക്തമാക്കുന്നു. ശ്രീജ, അരുൺ, ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വന്ന ഇങ്ങനെ പരിഗണിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ആനന്ദും പറയുന്നില്ല അങ്ങനെ പരിഗണിച്ചിരുന്നോ, അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ആനന്ദ് അവിടെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്നു, അതില്ല. പകരം വളരെ കറപ്റ്റായ, ആനന്ദ് ആരോപിക്കുന്നതനുസരിച്ചാണെങ്കിൽ വളരെ അഴിമതിയുള്ള ചിലർക്ക് ആ സ്ഥാനാർത്ഥിത്വം കൊടുത്തതിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. BJP എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നുണ്ട്? ഇങ്ങനെ ഈ ആനന്ദിന് യാതൊരു ബന്ധവും ഇല്ല പാർട്ടിയുമായിട്ട് എന്നൊക്കെ കൈകഴുകി ഒഴിയാൻ കഴിയുന്ന തരത്തിലാണോ ആനന്ദിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന വിവരങ്ങൾ? ഒരിക്കലുമല്ല. ആനന്ദ് MG കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ ആനന്ദ് സജീവമായ RSSന്റെയും BJPയുടെ പ്രവർത്തകനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ നമുക്കും സുഹൃത്തുക്കളായുണ്ട്. അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതാണ്. ആനന്ദ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നത് ഏതെങ്കിലും സ്ഥാനമോഹി ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ RSSുമായി BJPയുമായി ബന്ധമുള്ള ആൾ തന്നെയാണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും വളരെ അടുത്ത ബന്ധം RSSും BJPയുമായി പുലർത്തിയുന്ന ആൾ തന്നെയാണ് ആനന്ദ്. ഇപ്പോഴും അത്തരത്തിലുള്ള ആൾ തന്നെയാണ് ആനന്ദ് തന്നെയാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന. പ്രദേശത്ത് ഞാൻ നേരിട്ട് പോയിരുന്ന ആളുകളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ അപ്പോഴൊക്കെ ആനന്ദ് അത്തരത്തിൽ ഒരു BJPയുമായി ചേർന്ന് പോകുന്ന BJPയുടെ പ്രവർത്തകർ തന്നെ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പുകളിലൊക്കെ സജീവമായി തന്നെ തിരുമല അനിൽ ആദ്യം അവിടെ മത്സരിച്ച് പരാജയപ്പെടുമ്പോഴും പിന്നീട് വിജയിക്കുമ്പോഴും ഒക്കെ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ സജീവമായി ആനന്ദ് പങ്കെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി അവിടെ ആഗ്രഹിച്ചു. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആഗ്രഹം എല്ലാവരുടെ ആഗ്രഹവും രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്തിക്കൊടുക്കാൻ കഴിയില്ല എന്ന വസ്തുതയാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവരെയും ഈ രീതിയിൽ അവർ പ്രതീക്ഷിക്കുന്ന ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കാൻ, ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കാൻ കഴിയുന്ന ഒന്നല്ല. എങ്കിൽ പോലും ആനന്ദ് അത് ആഗ്രഹിക്കുമ്പോൾ ആനന്ദിനെ അതിൽ നിന്ന് പിന്മാറ്റാൻ വലിയ ശ്രമങ്ങളുണ്ടായി, വലിയ സമ്മർദ്ദങ്ങളുണ്ടായി. ആനന്ദ് തുടർച്ചയായി സമ്മർദ്ദത്തിനടിപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആത്മഹത്യയിലേക്ക് പോയതെന്ന് തന്നെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുമ്പോഴും ഇന്ന് ആനന്ദിനോട് നേരിട്ട് സംസാരിച്ചയാളെന്ന രീതിയിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്യന്തം ദുഃഖകരമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അരുണിനെ സംബന്ധിച്ച് അത് വളരെ വളരെ വേദനയുണ്ടാക്കുന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ആനന്ദുമായി നേരിട്ട് സംസാരിച്ചതാണ്. 20 മിനിറ്റോളം സംസാരിക്കുകയും അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ആനന്ദ് അരുണിനോട് പറയുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 2-3 മണിക്കൂറുകൾക്ക് ശേഷം ഒരു ആത്മഹത്യാ കുറിപ്പ്, ഒരു വാട്സപ്പ് മെസ്സേജായി വരുന്നത്. ആ മെസ്സേജിൽ പോലും ആ ആരോപണങ്ങൾ, നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ എന്ന് കരുതിയെങ്കിലും താഴേക്ക് എത്തുമ്പോഴായിരുന്നു അതൊരു ആത്മഹത്യാ കുറിപ്പാണ് എന്ന് മനസ്സിലാവുന്നത്. തിരിച്ച് വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. അപ്പോഴത്തേക്കും
ആനന്ദ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ BJPക്കെതിരെ RSS പ്രാദേശിക നേതാക്കൾക്കെതിരെ ഉന്നയിച്ച ശേഷമാണ് ഈ ആത്മഹത്യ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയാകും എന്ന് കരുതിയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയായില്ലെന്ന് മാത്രമല്ല, വളരെ അഴിമതിക്കാരായ, പ്രത്യേകിച്ച് മാഫിയ എന്ന് തന്നെ ആനന്ദ് വിശേഷിപ്പിക്കുന്ന തരം ആളുകൾക്കാണ് സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. അത് വലിയ ദുഃഖമുണ്ടാക്കിയിരുന്നു. ആ ദുഃഖത്തിനപ്പുറത്തേക്ക് ഈ തരത്തിൽ വളരെ നേതൃത്വത്തിനെതിരെ, പാർട്ടിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കുറിപ്പാണ് ഈ എഴുതിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇതിപ്പോൾ BJPക്കെതിരെ നേരിട്ട്, BJP RSS നേതാക്കൾക്കെതിരെ നേരിട്ട് ആരോപണമുണ്ട്. അവരെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കും ഇത് നേരിട്ടെത്തി എന്തെങ്കിലും ഒന്ന് വിശദീകരിക്കുന്നത് പോലും ബുദ്ധിമുട്ടായിരിക്കും. BJP RSS നേതൃത്വങ്ങൾ, പ്രാദേശിക നേതൃത്വങ്ങൾ എത്രത്തോളം പ്രതിസന്ധിയിലാവുന്നുണ്ട് ഈ ആത്മഹത്യയിൽ? പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അനിലിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു ആത്മഹത്യ കൂടി വരുമ്പോൾ. അരുൺ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ കോൺഗ്രസ് നേതാവും തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ KS ശബരിനാഥൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശബരിനാഥൻ, ഇതിപ്പോൾ വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. പലതരം പൊട്ടിത്തെറികളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു യുവ നേതാവ്, വളരെ സജീവമായ RSSൻ്റെ പ്രവർത്തകനായിരുന്ന ഒരാൾ സീറ്റ് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് അവശേഷിപ്പിച്ചാണ് ഈ ചെറുപ്പക്കാരൻ മരിക്കുന്നത്. എന്താണ് ആദ്യ പ്രതികരണം? ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ ഒരു വലിയ രാഷ്ട്രീയം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതൊരു ചെറുപ്പക്കാരൻ ആരായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷെ നിർഭാഗ്യവശാൽ BJPക്ക് അകത്ത് വലിയ അന്തഃഛിദ്രങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇത് ഒന്നാമത്തേത്. രണ്ടാമത്തെ ഒരു തുടർ ആത്മഹത്യയാണ്. ഒരു 3-4 മാസം, 2 മാസം, 1 മാസത്തിന് മുമ്പാണ് പ്രിയപ്പെട്ട ശ്രീ തിരുവല അനിൽ, അവിടെ ഏറ്റവും മികച്ച കോർപ്പറേറ്റർ ആയിരുന്ന, നമുക്ക് നല്ല വ്യക്തിബന്ധമുള്ള അനിലേട്ടന്റെ മരണം രാഷ്ട്രീയ ഭേദവേന എന്നെയൊക്കെ വരെ ഉലച്ചൊരു കാര്യമാണ്. അപ്പൊ അതേ മേഖലയിൽ തിരുവനന്തപുരം തൃക്കണ്ണാപുരം വലിയ ദൂരമില്ലാത്തൊരു 5 കിലോമീറ്റർ ദൂരമുള്ള പ്രദേശങ്ങളാണ്. അവിടെ തന്നെ മറ്റൊരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ അത് ആ പാർട്ടിക്കകത്ത് എന്തുമാത്രം ഈ അധികാരത്തിന്റെ ഒരു കൊഴുപ്പ് കാരണം പ്രശ്നങ്ങളുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. ഈ ഒരു വ്യക്തി ഞാൻ മനസ്സിലാക്കുന്നത് സംഘത്തിന്റെയൊക്കെ പ്രവർത്തകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പാർട്ടിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല, പാർട്ടിക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ രാഷ്ട്രീയം ഒന്നും പറയുകയില്ല. പക്ഷെ BJPക്ക് അകത്തുള്ള അന്തഃഛിദ്രങ്ങൾ BJP ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇനിയും ജീവിതങ്ങൾ ഹോമിക്കപ്പെടാതിരിക്കാനുള്ള ഒരു താല്പര്യം BJPയുടെ നേതൃത്വം എടുക്കണം. രാഷ്ട്രീയം ഏതോ ആവട്ടെ, ഏത് കൊടിയും ആവട്ടെ, ഏത് സീറ്റും ആവട്ടെ, പക്ഷെ ഒരു മരണം, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു പൊതുപ്രവർത്തന മരണം ഉണ്ടാകുന്നത് നാടിനും ആ കുടുംബത്തിനും നഷ്ടമാണ്. അതുകൊണ്ട് BJP അവരുടെ സിസ്റ്റം ഡീകേ ചെയ്യുകയാണ്. അവരുടെ സിസ്റ്റത്തിനകത്ത് എന്താ പറയുക, ചീഞ്ഞളിയുകയാണ്. അത് എത്രയും പെട്ടെന്ന് BJP അത് ക്ലിയർ ചെയ്തുകൊണ്ട് ഇതുപോലെ ജീവനുകൾ ഹോമിക്കപ്പെടുന്നത് തടയാൻ ശ്രമിക്കണമെന്ന് മാത്രം ആ നേതൃത്വത്തിനോട് അഭ്യർത്ഥിക്കുന്നു. ആ കുടുംബത്തിനോടൊപ്പം നമ്മൾ നിൽക്കുന്നു. ശബരി, ഈ അടുത്ത് സംഭവിക്കുന്ന ഇത്തരം വാർത്തകൾ, തുടരെ ഇങ്ങനത്തെ വാർത്തകൾ, അതായത് രാഷ്ട്രീയ പ്രവർത്തകരായി നിൽക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത് അവരൊക്കെ എപ്പോഴും വളരെ ആക്റ്റീവായി നിൽക്കുന്നവരാണ്. അങ്ങനെയൊന്നും നമ്മൾ കേട്ടിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഈ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളാവട്ടെ, സമ്മർദ്ദമാവട്ടെ, ഇത് താങ്ങാനാവാതെ രാഷ്ട്രീയ പ്രവർത്തകർ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഈ കുറിപ്പിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു സമ്മർദ്ദം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ ഈ വിഷയം ഇത് BJPക്കകത്ത് മാത്രം കാണുന്നു എന്നുള്ളത് തികച്ചും ഒരു പ്രശ്നമുള്ള കാര്യമാണ്. തിരുവനന്തപുരത്ത് BJP പല കാര്യങ്ങളും പലയിടത്തുനിന്ന് കേൾക്കുന്നത് വെച്ചിട്ട് വലിയ പ്രശ്നത്തിലാണ്. അവരുടെ രാഷ്ട്രീയമോ സീറ്റോ ഒന്നും ഞാൻ കണക്കാക്കത്തില്ല. പക്ഷെ പ്രവർത്തകരുടെ ജീവിതം ഹോമിക്കാൻ അത് BJP തന്നെ സമ്മതിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇയാൾ പറയുന്നതനുസരിച്ച് അവിടെ മാഫിയ എന്ന് വരെ പറയുന്നത് അവിടുത്തെ പ്രാദേശിക നേതൃത്വം മാഫിയകളുടെ കയ്യിലാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. നമ്മൾ മരണം, ദുഃഖം, അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും പാർട്ടിക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ, എന്റെ മൃതദേഹം പാർട്ടി പ്രവർത്തകരെ കാണിക്കരുത് എന്നെഴുതി വെച്ച് ഒരു യുവ നേതാവ് മരിക്കുന്ന അവസ്ഥയാണ്. അതെ, അദ്ദേഹത്തിന്റെ ഒരു ആത്മഹത്യ കുറിപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതിൽ അതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് ഒരാൾ മരണപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അത് രാഷ്ട്രീയം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ BJPക്ക് അതറിയാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇനി ആ പാർട്ടി കൊണ്ട് എത്താതെ അവിടെ ജീവിതങ്ങളെ രക്ഷിക്കണമെന്ന് മാത്രമാണ് പറയുന്നത്. അത് BJPയുടെ ഈ പറയുന്ന പാർട്ടി സംവിധാനം അത് ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയുന്നു. ഒരു രാഷ്ട്രീയം ഈ അവസ്ഥയെ ഞാൻ കാണുന്നില്ല. പക്ഷെ ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും BJPക്കകത്തുണ്ടെന്നുള്ളത് തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തകർക്ക് അറിയാം. താങ്ക് യു. വളരെ നന്ദി. KS ശബരിനാഥൻ ആണ് പ്രതികരിച്ചത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ,
ഇതിപ്പോൾ ഞാൻ നേരത്തെ അരുണിനോട് ചോദിച്ചത് അതായിരുന്നു. പാർട്ടി വലിയ പ്രതിസന്ധിയിലാവുന്നുണ്ട്. ഒരു പക്ഷേ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനോ പറ്റാത്ത രീതിയിൽ ആനന്ദ് ആ കത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മൃതദേഹം പോലും ഈ നേതാക്കളെ കാണിക്കരുത്, പ്രവർത്തകരെ കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. എത്ര ഗൗരവമേറിയ ഒരു പ്രതിസന്ധിയിലാണ് BJP തിരുമല അനിലിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെ ഈ ഒരു ആത്മഹത്യ കൂടി വരുമ്പോൾ ചെന്നെത്തിയിട്ടുള്ളത്? അരുൺ കേൾക്കാമോ? തൃക്കണ്ണാപുരത്ത് വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്ന RSS നേതാവായ ആനന്ദ് ആണ് ആത്മഹത്യ ചെയ്തത്. മാധ്യമങ്ങൾക്ക് ആത്മഹത്യാക്കുറിപ്പ് വാട്സപ്പായി അയച്ചതിന് ശേഷമായിരുന്നു ഈ ആത്മഹത്യ. BJP RSS പ്രവർത്തകരെ എൻ്റെ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടാണ് ഈ ആത്മഹത്യയിലേക്ക് പോയത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷേ BJPക്കകത്ത് തിരുവനന്തപുരത്ത് നേരത്തെ തിരുമല അനിലിൻ്റെ ആത്മഹത്യ ഏറെ ചർച്ചയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ആനന്ദ് K തമ്പി എന്ന യുവ നേതാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഞാൻ ചോദിച്ചത് ഈ പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ള ഒരു പ്രതിസന്ധി, ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുന്നതിനപ്പുറത്തേക്ക്, ഇങ്ങനെ ഒരു റിട്ടേണായ ഒരു വിശദീകരണത്തിനപ്പുറത്തേക്ക് ആളുകളെ, പ്രവർത്തകരെ ഇത് ബോധ്യപ്പെടുത്തണമെങ്കിൽ എൻ്റെ മൃതദേഹം പോലും കാണിക്കരുതെന്ന് എഴുതി വെച്ചൊരു യുവ നേതാവ് ആത്മഹത്യ ചെയ്യുമ്പോൾ പാർട്ടി എത്തിയിട്ടുള്ള ഒരു കുരുക്കെന്താണ്? തീർച്ചയായിട്ടും BJPയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് BJPയുമായി ഒരു ബന്ധവുമില്ല. സ്വാഭാവികമായി അനിലിന്റെ ആ കുറിപ്പ് വായിച്ചാൽ, അനിലിന്റെ പശ്ചാത്തലം അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും BJPയുടെ RSSന്റെ സജീവ പ്രവർത്തനം. പക്ഷേ എത്ര പെട്ടെന്നാണ് BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ ആ ഒരു പ്രവർത്തകനെ, നേതാവിനെ തള്ളിപ്പറഞ്ഞെന്ന് കൂടി നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ബന്ധവുമില്ല BJPയുമായി, സമീപകാലത്തും BJPയുമായി RSSുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളെന്ന് തള്ളിപ്പറയുകയാണ് BJPയുടെ നേതൃത്വം ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എങ്ങനെ അവർക്ക് ഈ വിഷയം പറഞ്ഞു നിൽക്കാൻ കഴിയും? ഇപ്പോൾ BJPയുടെ ഈ ഒരു ബന്ധമില്ല നേതാവിനെ കാണാൻ അല്പസമയം BJPയുടെ ആഴ്ചകൾക്ക് മുമ്പ് വരെ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായ C ശിവൻകുട്ടി ഇവിടെ എത്തി. അദ്ദേഹം പുറത്ത് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു കാറിൽ വന്ന് ആനന്ദിനെ കണ്ട ശേഷം പുറത്തേക്ക് പോയി. ഒരു ബന്ധവുമില്ലാത്ത നേതാവിനെ, ഒരു പ്രവർത്തകനെ കാണാനാണോ ഇങ്ങനെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്? അല്പകാലം മുമ്പ് വരെ അദ്ദേഹം BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഈ പുതിയ പുനഃസംഘടനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുകയായിരുന്നു. അത്തരം നേതാക്കളൊക്കെ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കരമന ജയൻ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വാദം എത്രത്തോളം നിലനിൽക്കുമെന്ന സംശയം കൂടി ഉണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പ്രതിസന്ധിയിലാവുന്ന BJPക്ക് തൽക്കാലത്തേക്കിനും പിടിച്ചെടുക്കാൻ അത്തരം വാദമുഖങ്ങൾ ഉന്നയിച്ചേ മതിയാകൂ എന്നുള്ളതാണ് വസ്തുത. അത്രയധികം പ്രതിരോധത്തിലായി കഴിഞ്ഞു തലസ്ഥാന ജില്ലയിലെ BJP നേതൃത്വം. ഇപ്പോഴും ഒരുപക്ഷെ അവിടെ നിൽക്കുന്ന നേതാക്കൾ പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന്, നമ്മളെ ഈ ആശുപത്രിക്ക് പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അകത്ത് ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമായി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും ശിവൻകുട്ടിയപ്പോൾ നേതാക്കളൊക്കെ സ്വാഭാവികമായി ഇവിടേക്ക് വന്നു കഴിഞ്ഞു. കരമന ജയനൊക്കെ വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. ഇപ്പോഴും ചില നേതാക്കളുമൊക്കെ പ്രാദേശിക നേതാക്കളാണെന്ന് കരുതുന്നു അവിടെ ഉണ്ട്. ആനന്ദിന്റെ കുടുംബാംഗം നേരത്തെ ഇവിടെ വന്ന് പോയിട്ടുമുണ്ട്. അതീവ ഗുരുതരമായ ഒരു സംഭവമാണ്. BJPയെ വലിയ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന ഒരു സംഭവമാണ് തിരുമല അനിൽ ആത്മഹത്യ. അതിനുശേഷം MS കുമാറിനെ പോലുള്ള സംസ്ഥാനത്ത് തന്നെ BJPയുടെ മുതിർന്ന നേതാക്കളുള്ള ഒരാളായ MS കുമാറിന്റെ ചില വെളിപ്പെടുത്തലുകൾ, അദ്ദേഹം പറഞ്ഞും പറയാതെയുമുള്ള കാര്യങ്ങൾ, ഇനിയും നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങൾ, അതിനുശേഷമുള്ള BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ, അത്തരമൊരാൾക്ക് എതിരെ എന്ത് നടപടിയെടുക്കുമെന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത BJP ഇപ്പോൾ അതിനുശേഷം ഈ ആനന്ദ് എന്ന യുവാവ് കൂടി ആത്മഹത്യ ചെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ് BJP. തലസ്ഥാന ഭരണം പിടിക്കാൻ സംസ്ഥാന നിയമസഭയിൽ വലിയ പ്രകടനം നടത്താനൊക്കെ ഒരുങ്ങുന്ന തലസ്ഥാനത്തെ BJPയെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മണ്ണ് മാഫിയ സംഘമാണ് തൃക്കണ്ണാപുരം, തിരുമല മേഖലകളിൽ ഉള്ളത്. അവർക്ക് ശക്തി പകരാനാണ് ഇപ്പോഴത്തെ ആ സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നതെന്നൊക്കെ ആരോപണങ്ങൾ ആനന്ദ് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയൊന്നും തള്ളിപ്പറഞ്ഞ് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു മാത്രം മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല BJP എത്തിയിട്ടുള്ളത്. വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇപ്പോഴും പല വാർഡുകളിലും BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു പലയിടങ്ങളിലും വിമത ഭീഷണിയുണ്ട്. നേമം ഏരിയ പ്രസിഡന്റ് രാജിവെച്ചതാണ്. ഒരു രാജിക്കത്ത് മാധ്യമങ്ങളിൽ, നമ്മളടക്കമുള്ള മാധ്യമങ്ങളുടെ പുറത്തു വന്നു. രാത്രിക്ക് രാമാനം അദ്ദേഹത്തെ അനുനയിപ്പിച്ചോ അല്ലെങ്കിൽ എങ്ങനെയോ തിരികെ
പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു. രാജിവെച്ചിട്ടില്ല എന്ന അവകാശവുമായി നേതൃത്വം രംഗത്തെത്തി. അതേ നിയമത്തെ മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ച് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരിക്കുന്നു. തിരികെ വന്നു നേതൃത്വം പറയുമ്പോഴും ഞാൻ തിരികെ ഇല്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. അതിന് പിന്നാലെ ആനന്ദിന്റെ ഈ ആത്മഹത്യ, എന്തെല്ലാമോ സംഭവിക്കുന്നു ബിജെപിയിൽ, എന്തൊക്കെയോ അതിർത്തികൾ അസംതൃപ്തികൾ ശക്തമായി ബിജെപി നേതൃത്വത്തിനെതിരെ ഉയരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് എത്രത്തോളം ആഴത്തിലുള്ള പ്രശ്നമാണ്, എത്രത്തോളം ബിജെപിയെ ബാധിക്കുന്ന വിഷയമാണെന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ബിജെപിയുടെ നേതൃത്വം ഒരു പരിധിവരെ വലിയ പ്രതിരോധത്തിലാണ്, പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന് അറിയാത്ത ഒരു സാഹചര്യമാണ്. വളരെ കൃത്യമായി പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ബിജെപിയുടെ RSSന്റെ പ്രാദേശിക നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പ്. അതുതന്നെയാണ് ബിജെപി നേതൃത്വത്തെ മറുപടി ഇല്ലാതെയാക്കി മാറ്റുന്നതും. ഇനി പൂർണ്ണമായും കരമനയിൽ പറഞ്ഞതുപോലെ ബിജെപിയുമായും RSSുമായും ഒരു ബന്ധവുമില്ലാത്ത എന്നൊക്കെ പറഞ്ഞ് തീർക്കുമോ ആനന്ദിനെ, അങ്ങനെ ആരോപണത്തിൽ മാത്രം കുടുക്കിയിടുമോ എന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ആദ്യ പ്രതികരണം തീർത്തും ശരിയെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു പ്രതികരണമാണ്. ആനന്ദിന്റെ പശ്ചാത്തലം അറിയുന്ന ആർക്കും അത്തരത്തിൽ അതിനെപ്പറ്റി ഇപ്പോൾ കരമന ജയൻ പറഞ്ഞ കാര്യം ആ രീതിയിൽ വിശ്വസിക്കാനാകുന്നില്ല. ഇന്നും ഞാൻ ആനന്ദിന്റെ പ്രദേശത്ത് പോയി അവിടെ ആനന്ദിനെ കണ്ടതാണ്. ആനന്ദിന്റെ ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. എത്രത്തോളം ആ പാർട്ടിയോട്, ആ സംഘടനയോട്, RSSന്റെ സംഘടനയോട് ആഭിമുഖ്യമുള്ള, എത്രത്തോളം അതിനെ സ്നേഹിക്കുന്ന ഒരു യുവാവായിരുന്നു ആനന്ദ് എന്ന കാര്യം വ്യക്തമാണ്. ആ യുവാവാണ് ഇപ്പോൾ മരണത്തിലേക്ക്. അതും ശരിയാണ് അരുൺ, അത്യന്തം ദുഃഖകരമാണ്. പ്രത്യേകിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ചില സമയങ്ങളിൽ വ്യക്തിപരമായി പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖം തോന്നുന്ന തരത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു വാർത്തയാണത്. അതേസമയം BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ അത് അത്ര പെട്ടെന്ന് ദഹിക്കാത്തതാണ്. ആനന്ദ് കെ തമ്പി BJP പ്രവർത്തകനല്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇയാളുടെ പേര് വന്നിട്ടില്ലെന്നും BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പ്രതികരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ RSS പ്രവർത്തകനായിരുന്നു. സംഭവത്തിൽ ദുഃഖമുണ്ട്, പക്ഷേ ഈ ആരോപണവുമായി ബന്ധമില്ല എന്നാണ് BJPയുടെ ഭാഗത്തു നിന്ന് വരുന്ന ആദ്യ പ്രതികരണം. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രാദേശിക വോട്ട് വിശേഷങ്ങളുമായി നാട്ടിലോട്ട് കാണാം.